അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും അവിടെ സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പിന്നെ എനിക്കും തോന്നി ഇന്നിവിടെ നമ്മുടെ ഖത്തറിൽ റംദാൻ ടൈമിൽ എങ്ങനെയാണ് ഞങ്ങളുടെയൊക്കെ ലൈഫ്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പറയാൻ തോന്നി. നാട്ടിലെ റംദാൻ ഇവിടുത്തെ റംദാനൊക്കെ എല്ലാം ഒരേപോലെ തന്നെയാണ്, പക്ഷെ ചില കാര്യങ്ങളൊക്കെ ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നി. ഇവിടെ വന്നിട്ട് സത്യം പറഞ്ഞ ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൈമായിട്ട് തോന്നിയിരിക്കുന്ന റംദാൻ ടൈമാണ്. അതിന് കുറേ സാഹചര്യങ്ങളെല്ലാം ഒത്തുവരുന്ന പോലെ തോന്നി. കാരണം ഈ വർഷമൊക്കെ റംദാൻ ഉണ്ടായത് നമ്മളുടെ വിന്റർ തുടങ്ങി, എനിക്ക് നവംബറിലൊക്കെ വിന്റർ സ്റ്റാർട്ട് ചെയ്തായിരുന്നു കേട്ടോ. ഇപ്പോൾ മാർച്ചിലാണ്. അപ്പോൾ ഈ ആഴ്ചയും കൂടെയല്ലേ റംദാനുള്ളൂ. അപ്പോൾ ക്ലൈമറ്റ് നല്ല സപ്പോർട്ടിംഗ് ആണ് ഇപ്രാവശ്യം കമ്പാരിറ്റീവ്ലി എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം രാത്രി സമയങ്ങളിൽ രാവിലെ സമയങ്ങളിലൊക്കെ തണുപ്പ് തന്നെയാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തണുത്ത കാറ്റായിരുന്നു. നാട്ടിൽ ഈ സമയത്ത് ചൂടാണെന്നാണ് എനിക്കിപ്പോൾ വീട്ടിൽ നിന്നൊക്കെ വിളിച്ചാൽ പറയാറ്. ഇവിടെ പക്ഷേങ്കിൽ നല്ല ക്ലൈമറ്റാണിപ്പോൾ. അതുകൊണ്ട് തന്നെ കുറച്ച് ഒരു നല്ല ടൈം. അത് മാത്രമല്ല, റംദാൻ ടൈമിൽ ഈവൻ വർക്കിംഗ് അവേഴ്സ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇവിടെ നോർമൽ വർക്കിംഗ് അവേഴ്സ് വരുന്നത് രാവിലെ 8 മണി ടു 2 മണി വരെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ 9 മണി മുതൽ 3 മണി വരെ. എൻ്റെ വർക്കിംഗ് അവേഴ്സ് 9 മണി മുതൽ 3 മണി വരെയാണ്. ബട്ട് സ്റ്റിൽ വർക്കൊക്കെ ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ട് മാറുമായിരിക്കും. ബട്ട് എങ്കിൽ പോലും ആ ഒരു വർക്കിംഗ് അവേഴ്സ് ഞാനിടയ്ക്ക് വിചാരിക്കാറുണ്ട്, ആ വർക്കിംഗ് അവേഴ്സ് തന്നെ കണ്ടിന്യൂ ആയിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു. കാരണം നമ്മൾക്കൊരു മറ്റ് സോഷ്യൽ ലൈഫും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ചിട്ട് ഈ സമയത്താണ് ഞാനിപ്പോൾ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെറിയ വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങിയതും. കാരണം ഈ സമയം ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വന്നു. പക്ഷെ ഇത് കഴിഞ്ഞാലും ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ ഇവിടുത്തെ ഭക്ഷണം അല്ലെങ്കിൽ ആൾക്കാർ എല്ലാവരും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് പോകുന്ന പോലെ തോന്നി. കാരണം ആൾക്കാരൊക്കെ പ്രത്യേകിച്ച് ബിസിനസ്സിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ ഒരു റഷിലാണ് നോർമലി ഉണ്ടാവുക. തിരക്ക്, പ്രഷർ, എന്തിനോ വേണ്ടിയിട്ടുള്ള എല്ലാവരും ഓട്ടത്തിലാണ്. ഇപ്പം ഞാനായാൽ പോലും. അപ്പം നമ്മളൊരു മീറ്റിംഗ് എടുത്ത് ഒരാളെ കാണാൻ പോയാലോ അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ട് സംസാരിക്കുമ്പോൾ എല്ലാവരും സമാധാനത്തിലാണ്. അത് ഭയങ്കര പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. കാരണം ഈ സമയത്ത് എനിക്ക് തോന്നുന്നില്ല ആരും ഒരു പരിധിക്കപ്പുറം പ്രഷർ മനസ്സിൽ കൊടുക്കുന്നുണ്ടെന്ന്. ഈവൻ ഗവൺമെന്റ് പോലും ഈ സമയത്ത് ചില കാര്യങ്ങളിൽ കുറച്ചുകൂടി സപ്പോർട്ടിംഗ് ആയിട്ട്, ഗവൺമെന്റ് അല്ലെങ്കിലേ സപ്പോർട്ടാണ്. പക്ഷേ ഈ സമയമാകുമ്പോൾ ഞാൻ പണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു, ഈ റംദാൻ സമയത്തൊക്കെ നമ്മളുടെ വണ്ടി സ്പീഡ് കൂടിയാലും അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിലൊക്കെ ഫൈൻ ഉണ്ടല്ലോ. ആ ഫൈനൊക്കെ ഒരു മിനിമം നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രൈസ് ഉണ്ട്. അത് ഇവിടെയും യുഎയിലൊക്കെ ഉണ്ട്. ഇവിടെ 300 റിയാൽസ് ഒക്കെയാണ് നോൺ പാർക്കിംഗ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ. 300 റിയാൽസ് പറഞ്ഞാൽ നാട്ടിലെ 6,000-6,500 റുപ്പീസായി. അത് കുറച്ച് വലിയ എമൗണ്ട് ആണല്ലോ. എനിക്കൊരു പ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ മുന്നേ. അപ്പോൾ ഈ റംദാൻ സമയത്ത് അങ്ങനെയുള്ള ഫൈനുകളൊക്കെ ചില സമയത്ത് റിമൂവ് ചെയ്തതായിട്ട് ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുപോലെ ഗവൺമെന്റ് ചില കാര്യങ്ങളിൽ ഇവിടുത്തെ റെസിഡൻസിന് കുറേ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നൊരു ടൈമും കൂടിയാണ് ഈ ഒരു ടൈം. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വെറൈറ്റി ഓഫ് ഫുഡ് അവൈലബിൾ ആണ്. ഞാൻ ഈ മാസം എനിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാത്രി സമയങ്ങളിലൊന്നും ഞാൻ ഇവിടെ ഇപ്പോൾ ഞാൻ ഉച്ച സമയത്ത് പലപ്പോഴും പുറത്തുനിന്നാണ് കഴിക്കാറ്. രാത്രിയും രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടാണ് കഴിക്കാറ്. പക്ഷേ ഈ റംദാൻ ടൈമിൽ രാത്രി ഞാൻ മിക്ക ദിവസങ്ങളിലും ഉണ്ടാക്കിയിട്ടുമില്ല, വാങ്ങിച്ചിട്ടുമില്ല. ഒന്നിക്കിൽ എവിടെന്നെങ്കിലും പുറത്ത് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി കഴിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ എൻ്റെ റൂംമേറ്റ്സ് ഒക്കെ ഒരു മെസ്സിലുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് കിട്ടും. അല്ലെങ്കിൽ റൂംമേറ്റ്സ് ആരെങ്കിലും പുറത്ത് പോയിട്ട് വരുമ്പോൾ അവർക്ക് എവിടെന്നെങ്കിലും ഇഫ്താർ കിറ്റ് കിട്ടും, അത് കഴിക്കും. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല. ഈ സമയത്ത് നല്ലോണം ഫുഡ് കിട്ടും. അതുകൊണ്ട് തന്നെ ഭയങ്കര പോസിറ്റീവാണ്. പിന്നെ ഖത്തറിൽ ഈ സമയത്ത് എനിക്ക് തോന്നുന്നില്ല ഒരാളെങ്കിലും പട്ടിണി എടുക്കാൻ ചാൻസ് ഉണ്ടെന്ന്. കാരണം എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ ഫുഡ് സപ്ലൈ ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ ഖത്തറീസിൻ്റെ ഒക്കെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഡെയിലി മിനിമം ഒരു 100 ആൾക്കാർ അല്ല അതിൽ കൂടുതൽ ആൾക്കാർക്കൊക്കെ ഫുഡ് കൊടുക്കുന്ന സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ പോയിട്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. ഞാനൊരു ദിവസം പോകണമെന്ന് വിചാരിച്ചു, നടന്നിട്ടില്ല. പറ്റുന്നുണ്ടെങ്കിൽ റംദാൻ കഴിയുന്നതിന് മുന്നേ ഒരു ദിവസം അങ്ങനെ പോകണമെന്നും ആഗ്രഹമുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതും നല്ല ഹെവി ഫുഡാട്ടോ. അങ്ങനെ ഒരു പുറമെ ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഇനി എന്തെങ്കിലും കുറഞ്ഞ ഫുഡ് കൊടുക്കുന്നത് അങ്ങനെയൊന്നുമില്ല. ലക്ഷറി ഫുഡാണ്. മട്ടൺ ബിരിയാണി, മജ്ബൂസ്, മന്തി, അല്ലെങ്കിൽ അതിൽ കൂടുതൽ അങ്ങനത്തെ കാര്യങ്ങളാണ്, അങ്ങനത്തെ ഫുഡാണ് കൊടുക്കുന്നത്.
ഓക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ റംദാൻ ടൈം. ഈ ക്ലൈമറ്റും കൂടി ബെറ്റർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ടാണ് ഈ പ്രാവശ്യം തോന്നിയത് കേട്ടോ. നാട്ടിലും ഈ ക്ലൈമറ്റ് ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ആൾക്കാർക്കൊക്കെ ഒരു ഈ ഇതുപോലെയുള്ള നോമ്പെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ക്ഷീണം വരുമല്ലോ. ഇവിടെയും ക്ഷീണമുണ്ട്, പക്ഷേ എങ്കിൽ പോലും കുറച്ച് തണുപ്പുള്ളത് കൊണ്ട് ആൾക്ക് സപ്പോർട്ടീവായിട്ട് തോന്നി. ഇതൊക്കെയാണ് ഇവിടുത്തെ റംദാൻ കഥകൾ. അങ്ങനെ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരോടും താങ്ക് യു. വീഡിയോ കണ്ടിട്ട് ഞാനൊരു സ്റ്റാർട്ടറാണ്, ഒരു ബിഗിനറാണ്. ഇതിൽ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. എങ്ങനെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാം, എങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ എവിടെ ഒരു പൊതുവായിട്ടുള്ളൊരു സ്ഥലത്ത് പോയിട്ട് എങ്ങനെ വീഡിയോ എടുക്കാം, അതൊന്നും എനിക്ക് മുന്നേ ഇല്ലാത്തതാണ്. ഇപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് അത്ര വലിയ നാണക്കേടോ ആൾക്കാരെന്ത് വിചാരിക്കുന്നുള്ള പ്രശ്നങ്ങളൊന്നും അധികം ഇല്ല. അത് മൊത്തത്തിൽ എനിക്ക് മാറ്റി വരണമെന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കാണുന്നവർ ഉണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എല്ലാവരോടും താങ്ക് യു. അപ്പോൾ പിന്നെ ദിവസം കാണാം. ബൈ.